മുനമ്പം കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാം എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായകരമാണ്. മുനമ്പത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നത്. അത് വഖഫാകാം, വഖഫ് അല്ലാതാകാം, ഏതു സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിൽ പോലും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിയമപരമായ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരവിടെ നിന്ന് കുടിയിറക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് കഴിയുക? ഇതാണ് ഗവൺമെൻറ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശ്രമം നടത്താൻ പോലും സർക്കാരിന് അധികാരമില്ല എന്ന നിലപാടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, ഈ ലാൻഡ് ഒരു വഖഫ് ലാൻഡാണ് എന്ന തരത്തിൽ കോടതികളുടെ തീരുമാനം ഉള്ളതുൾപ്പെടെ കാര്യങ്ങൾ ഹൈക്കോടതി വിധിക്കകത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം ചില സങ്കീർണതകൾ ഹൈക്കോടതി വിധി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഉടൻ തന്നെ അപ്പീൽ പോകണം എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നത്. അതിപ്പോൾ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചിരുന്നു. അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം, ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുൻപിൽ വച്ചത്. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാകും. അതിവേഗത്തിൽ തന്നെ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അല്ല, അതിപ്പോൾ എന്തായാലും വിധിയുടെ ഭാഗമായിട്ട് കമ്മീഷൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച സമയം അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ കമ്മീഷനാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടത്. കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർക്കിനി സമയം വേണ്ടി വരുമോ, പരമാവധി സമയത്തിനകത്ത് തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ജൂണോടുകൂടിയായിരിക്കും അപ്പീലിലെ വിധി ഫൈനൽ വെർഡിക്റ്റ് വരുന്നത്. അതിന് വിധേയമായിട്ടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട്. അല്ല, സങ്കീർണത ഉള്ളത് കൊണ്ടാണല്ലോ കമ്മീഷൻ വെച്ച് 10 മിനിറ്റിൻ്റെ ഇൻസ്റ്റാൻറ്റ് പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കമ്മീഷനെ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചത്. അല്ല, നിയമപരമായ പരിരക്ഷ അല്ലാതെ പിന്നെ ഏത് പരിരക്ഷയാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം വ്യക്തമായില്ല. നിയമപരമായ പരിരക്ഷ എന്ന് പറഞ്ഞാൽ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുക. അതല്ലാതെ ഏതാണ് റിലീഫ്? അല്ല, ഇവരുടെ ചോദ്യം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എങ്ങനെയാ? ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ പറവൂർ കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണെന്ന് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വിധി തന്നെ പറഞ്ഞത് സിംഗിൾ ബെഞ്ചിൻ്റെ. അതുൾപ്പെടെയാണല്ലോ അപ്പീൽ പോയിരിക്കുന്നത്. അതല്ലാതെ എന്താ പരിഹാരം? അല്ല, വന്നില്ലാതെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുക? അല്ല, എങ്ങനെ പരിഹരിക്കാൻ കഴിയുക? അല്ല, എന്നുവെച്ചാൽ നിങ്ങളവരോട് ചോദിക്കേണ്ട എന്താണൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി സഹായകരാവുമല്ലോ. ഇതല്ലാതെ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കുമല്ലോ. അല്ല, ഇപ്പോൾ നമ്മൾ ഇടക്കാലായിട്ടാണല്ലോ എന്ന് വെച്ചാൽ നമ്മളൊരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു. അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തു. അപ്പീൽ കേട്ട് തീരുമാനം വരുന്നതുവരെ കമ്മീഷൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും.
അപ്പോൾ അപ്പീലിൻ്റെ വിധി വരുന്നത് വരെ കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം, ഇപ്പോഴത്തെ വിധി അതുവരെ സ്റ്റേ ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടി. സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ച് എല്ലാ വർഷവും പരിശോധിക്കുമല്ലോ. വളരെ ഗൗരവമായ കണ്ടെത്തലുകളാണെങ്കിൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അവസാന വിധി വരട്ടെ എന്നായിരിക്കും അവർ തീരുമാനിക്കുക. ഇപ്പം എന്തായാലും ഈ വശങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പ്രവർത്തനം തുടരാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതാണ് പരമാവധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പറയുന്നത് നിൽക്കട്ടെ, അവസാന വിധി വരട്ടെ എന്നാണ് സാധാരണ നമ്മുടെ ഈ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ അപേക്ഷ അത് റിലവൻ്റ് ആണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നിയത് കൊണ്ടാകണം ഹൈക്കോടതി, ഞാൻ വിധിയുടെ ഇപ്പോഴത്തെ മുഴുവൻ വായിച്ചില്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൗകര്യം വേഗത്തിൽ തന്നെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരും. ആ വിധിക്കനുസരിച്ച് മറ്റു കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിൻ്റെ BJP വലിയ തരത്തിൽ ഇതിനെ മുൻപ് വിഷയമാണ് ഭാഗമായിട്ട് BJP ഉയർത്തിക്കാണിച്ചത്. അതിനിടയിൽ ഇങ്ങനെ ഒരു വിധി വരുന്നത് കേരളത്തിന് വലിയ ആശ്വാസം. വിധി ആശ്വാസകരം തന്നെ. പക്ഷേ ഇപ്പോൾ മുനമ്പം വഖഫ് മാത്രമല്ല എന്നുള്ളത് ഓർഗനൈസറുടെ ലേഖനം വ്യക്തമാക്കിയല്ലോ. വഖഫിനേക്കാൾ കൂടുതൽ ഭൂമി ഉള്ളത് ക്രിസ്ത്യൻ പള്ളികൾക്കാണ്. സ്ഥാപനങ്ങളുള്ളത് ഇത്രയാണ്. 20,000 കോടി രൂപയുടെ ഭൂമി ക്രിസ്ത്യൻ പള്ളികളുടെ കയ്യിലുണ്ട് എന്ന് RSSൻ്റെ മുഖപത്രം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഈ വഖഫ് ബില്ല് എന്നുള്ളത്. അത് ഇവിടെ ഈ പ്രശ്നം അനുഭവിക്കുന്നവർ ഇപ്പോൾ വർഷങ്ങളായി താമസിക്കുന്നു. പണം കൊടുത്ത് അവർ വാങ്ങിയ ഭൂമി, ആ ഭൂമിയെ താമസിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം കിട്ടുമോ എന്ന് അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അവർ ഇതിൽ നിന്നൊരു ആശ്വാസം കിട്ടും, ഏതിൽ നിന്ന് ആശ്വാസം കിട്ടുമെന്ന് അവർ കരുതിയാലും അവരപ്പോൾ അതിനെ സംബന്ധിച്ച് മാത്രം കണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കും. പക്ഷെ ഇതുവരെ ഒരു നിയമവിദഗ്ധരും ഈ നിയമം കൊണ്ട് മുനമ്പത്തിന് എങ്ങനെ ഒരു റിലീഫ് കിട്ടുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. ഇത് യൂസർ കൈവശം വച്ചിരിക്കുന്ന വഖഫ് ലാൻഡിൽ പോലും ഇത് നിയമം വരുന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് അവിടെ പ്രാബല്യമുള്ളൂ എന്ന് വകുപ്പ് കൃത്യമായി ഇപ്പോൾ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ശേഷം വന്ന ബില്ല് പാക്റ്റായിപ്പോൾ അതിനകത്ത് കാണുകയുണ്ടായി. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളത് 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. 6 മാസം കഴിഞ്ഞ് പിന്നീട് വേണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ അത്തരം ഭൂമിക്ക് പോലും അവകാശം നൽകിയിട്ടുണ്ട്. ആകെ ട്രസ്റ്റിൻ്റെ ഡെഫിനേഷൻ്റെ വ്യാഖ്യാനത്തിനകത്ത് മാത്രമാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ നിയമം മുനമ്പത്തെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരളത്തിൽ നടക്കുന്ന ശ്രമം മാത്രമാണ്. അതിപ്പോൾ നിയമം വരുമ്പോൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. വഖഫാകാം, വഖഫ് അല്ലാതാകാം. എങ്ങനെയാണെങ്കിൽ പോലും അവിടെ വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഭൂമിയിലുള്ള അവകാശം ഉറപ്പുവരുത്തണം. അതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. കമ്മീഷൻ നിയോഗിച്ച സമയം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണം പ്രതിപക്ഷ ഭാഗത്തു നിന്നും BJP ഭാഗത്തു നിന്നും മറ്റ് ഈ ക്രൈസ്തവ ന്യൂനപക്ഷ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്ന് പോലും ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇത് നിയമസഭയിൽ ഉള്ളതാണോ, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വിമർശനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് കോടതിയെ കാണാം. അപ്പോൾ ഈ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അല്ല, അങ്ങനെയല്ല, അവരെല്ലാം സഹകരിച്ചാണ് നിരുന്നത്. കാരണം ഇപ്പോൾ അവിടുത്തെ മുനമ്പം സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളും അവിടെ ഭൂമിയുടെ ഉടമസ്ഥയുള്ള ആളുകൾ അവരെല്ലാവരും കമ്മീഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് നിന്നിരുന്നത്. അവർ കമ്മീഷനെ കണ്ടിരുന്നു, കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അവർ നിന്നിരുന്നത്. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്.